ബ്ലിറ്റ്സ് കെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ നിർദ്ദേശം, ബ്ലിറ്റ്സ് കെയർ യൂണിറ്റിൽ PNE എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത് എന്നിവയെ സൂചിപ്പിക്കുന്നു. കണക്ടറിൽ നിന്നുള്ള 3 വയറുകൾ ഇലക്ട്രിക് കേബിളുകളുമായി കണക്ട് ചെയ്യണം. അത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന കേബിളുകൾ ചുവപ്പ്, കറുപ്പ്, പച്ച നിറത്തിലുള്ളതായിരിക്കണം. ഫേസിന് ഉപയോഗിക്കേണ്ടത് ചുവപ്പ് കേബിൾ, ന്യൂട്രലിൻ്റേത് കറുപ്പ്, എർത്തിൻ്റേത് പച്ച. ഈ കളർ കോഡുകൾ ഇൻസ്റ്റലേഷന് ശേഷം കേബിളുകൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. രണ്ടാമത്തെ നിർദ്ദേശം, ബ്ലിറ്റ്സ് കെയർ നിങ്ങളുടെ മെയിനുമായി കണക്ട് ചെയ്യുമ്പോൾ അതിനായി നീളം കുറഞ്ഞ വയറുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വയറുകളുടെ നീളം 500 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.5 മീറ്ററിന് മുകളിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കേബിളുകളുടെ വിസ്തൃതി 6 സ്ക്വയർ mm അല്ലെങ്കിൽ 6 സ്ക്വയർ മില്ലിമീറ്റർ ആകുന്നതാണ് ഏറ്റവും ഉചിതം. മൂന്നാമത്തെ നിർദ്ദേശം, ബ്ലിറ്റ്സ് കെയറിൻ്റെ എർത്ത് കേബിൾ ഏറ്റവും അടുത്ത മെറ്റൽ അല്ലെങ്കിൽ എർത്തിലേക്ക് കണക്ട് ചെയ്യണം. അതിനായി ഒരിക്കലും നീളം കൂടിയ കേബിളുകൾ ഉപയോഗിക്കാനും പാടില്ല. നാലാമത്തെ നിർദ്ദേശം, ബ്ലിറ്റ്സ് കെയർ ഇൻഡോർ ആണ് കണക്ട് ചെയ്യേണ്ടത്. ഈർപ്പമുള്ള പ്രതലത്തിലോ ചോർച്ചയുള്ള സ്ഥലങ്ങളിലോ മഴവെള്ളം തട്ടുന്ന സ്ഥലങ്ങളിലോ ഈ യൂണിറ്റ് കണക്ട് ചെയ്യാതിരിക്കുക. യൂണിറ്റിൽ ഈർപ്പം തട്ടിയാൽ അത് കേടായി പോകാൻ സാധ്യതയുള്ളതിനാലാണ് ഈ മുന്നറിയിപ്പ്. അഞ്ചാമത്തെ നിർദ്ദേശം, ബ്ലിറ്റ്സ് കെയർ യൂണിറ്റിൻ്റെ കണക്ടർ അല്ലെങ്കിൽ കണക്ഷൻ പോയിന്റ് താഴ്ഭാഗത്തായി വരുന്ന രീതിയിൽ യൂണിറ്റ് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ബ്ലിറ്റ്സ് കെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റിനൊപ്പം നൽകിയിരിക്കുന്ന യൂസർ മാനുവൽ ശ്രദ്ധാപൂർവം വായിക്കുക.